ആലുവ മഹാശിവരാത്രി ആഘോഷം മാർച്ച് 8-ന് മണപ്പുറത്തെയും നഗരത്തിലെയും ഒരുക്കങ്ങൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണെന്ന് നഗരസഭാ ചെയർമാൻ എം.ഒ. ജോൺ. ആധ്യാത്മിക ചടങ്ങുകൾക്ക് ദേവസ്വം ബോർഡാണ് ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുന്നതെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ. ഈ വർഷത്തെ ശിവരാത്രി ആഘോഷം മാർച്ച് 8-ന് വിപുലമായി തന്നെ ആഘോഷിക്കുമെന്ന് ആലുവ നഗരസഭാ ചെയർമാൻ എം.ഒ. ജോൺ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വ്യാപാരമേള നടത്തിപ്പ് സംബന്ധിച്ച് സുപ്രീം കോടതിയുടെ വിധിയനുസരിച്ച് തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും ടെൻഡർ നടപടികളുമായി ബന്ധപ്പെട്ട് നഗരസഭ സ്വീകരിച്ച നടപടികൾ ഈ മാസം മാർച്ച് 11-ന് സുപ്രീം കോടതിയിൽ വ്യക്തമാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. പിതൃക്കൾക്ക് അവരുടെ ആത്മാവിന് ശാന്തി നേരുന്ന ആ ചടങ്ങ് വെളുപ്പാങ്കാലത്ത് പൂർത്തിയായി കഴിഞ്ഞാൽ 9-ാം തീയതി വ്യാപാരമേള നഗരസഭയുടെ നേതൃത്വത്തിൽ മണപ്പുറത്ത് ഒരു മാസക്കാലത്തേക്ക് നീണ്ടു നിൽക്കുന്ന പരിപാടിയായി നടക്കും. കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ ഇപ്രാവശ്യവും ഗ്രീൻ പ്രോട്ടോക്കോൾ പാലിച്ചുകൊണ്ടാണ് ഈ ശിവരാത്രി മഹോത്സവം സംഘടിപ്പിക്കുന്നത്. ആലുവ ഗസ്റ്റ് ഹൌസിൽ വെച്ച് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഡെപ്യൂട്ടി ചെയർപേഴ്സൺ സൈജി ജോളി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ലത്തീഫ് പുഴിത്തറ, MP സൈമൺ, ലിസ ജോൺസൺ, ഫാസിൽ ഹുസൈൻ, പ്രതിപക്ഷ നേതാവ് ഗൈൽസ് ദേവസി പയ്യപ്പിള്ളി, മുനിസിപ്പൽ സെക്രട്ടറി ജസിത PJ എന്നിവർ സന്നിഹിതരായിരുന്നു. ഈ പ്രാവശ്യം ഞങ്ങൾ ദൃശ്യ കലോത്സവം വളരെ ഭംഗിയായി തന്നെ കൂടുതൽ കലാമൂല്യമുള്ള പരിപാടികൾ അവതരിപ്പിച്ചുകൊണ്ടാണ് നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത്. ധാരാളം അപേക്ഷകൾ വന്നു. ആ അപേക്ഷകളിൽ മൂല്യം നിർണ്ണയിച്ചുകൊണ്ട് നല്ല മൂല്യമുള്ള കലാപരിപാടികൾ തിരഞ്ഞെടുത്ത് ഓരോ വൈകുന്നേരങ്ങളിലും 7 ദിവസം അവതരിപ്പിക്കും. ന്യൂസ് ബ്യൂറോ, ആലുവ. കൊപ്പറമ്പിൽ ആയുർവേദിക് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ. ഉഴിച്ചിൽ, ലൂംബ സ്പോണ്ടിലൈറ്റിസ്, സെർവിക്കൽ സ്പോണ്ടിലൈറ്റിസ്, ഡിസ്ക് ബൾജിംഗ് കൊണ്ടുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ എന്നിവ ചികിത്സിക്കാൻ വിദഗ്ധരായ ഡോക്ടർമാർ. കൊപ്പറമ്പിൽ ആയുർവേദിക് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ,